ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ കിരണ് ഒരു ചെറിയൊരു ഊഹം കിട്ടാണ് ഗംഗപ്രസാദ് എവിടെയുണ്ടെന്ന്. അപ്പൊ രതീഷിനോടും അതുപോലെ തന്നെ വേലുവിനോടും പറയുന്നുണ്ട്, ഇവിടെ ഒരു 15 കിലോമീറ്റർ മാറി ഒരു സ്ഥലമുണ്ട്, അവിടെ ഒരു ആറും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്, അധികം ആൾക്കാരൊന്നും പോകാത്തൊരു സ്ഥലമാണ്, അവിടെയാണ് അവൻ കേന്ദ്രീകരിച്ചിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് അങ്ങോട്ടേക്ക് പോയാലും ചോദിക്കുമ്പോൾ വേലു പറഞ്ഞിട്ട് തീർച്ചയായിട്ടും നമുക്ക് അങ്ങോട്ട് തന്നെ പോവാൻ സാർ, എന്തായാലും അവൻ അവിടെ തന്നെ ഉണ്ടാവുന്ന എന്റെ മനസ്സും പറയണത് എന്ന് പറഞ്ഞിട്ട് അവര് നേരെ പോകുന്നത് അവിടേക്കാട്ടോ, ആ ഒരു സ്ഥലത്തിലേക്കാണ് പോണത്. അവിടെ പോകുമ്പോഴേക്കും ഒരു 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 പ്രത്യേകിച്ച് ആൾക്കാരൊന്നും ഇല്ലാത്ത ഒരു ഏരിയ ആട്ടോ അവിടെ, ഒരു നാട്ടുപ്രദേശം പോലത്തെ ഒരു സ്ഥലമാണ്. അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് അവർ കയറുന്നുണ്ട്. അപ്പൊ രതീഷ് ചോദിക്കണ്ട്, അവൻ ഇവിടെ തന്നെ കാണുമായിരിക്കും സാറേ, സാധാരണ തമ്പടിക്കണത് ഇതുപോലത്തെ സ്ഥലങ്ങളിലാണല്ലോ, അതുകൊണ്ട് അവൻ ഇവിടെ തന്നെ ഉണ്ടാവുന്ന എന്റെ മനസ്സും പറയണത് എന്ന് രതീഷ് പറയുന്നുണ്ട്. കിരൺ പറയണ്ട, അതെ അതെ, അവൻ ഈ സ്ഥലത്തെത്തിയതിനു ശേഷം വേറൊരു സ്ഥലത്തേക്ക് അവൻ അങ്ങനെ പോയിട്ടില്ല എന്നാണ് സേവിയർ പറഞ്ഞിരിക്കുന്നത്. വേറൊരു ക്യാമറയിലും അവന്റെ ചിത്രം പതിഞ്ഞിട്ടില്ല, ലാസ്റ്റ് പതിഞ്ഞേക്കുന്ന ക്യാമറയുടെ ഏകദേശം ഒരു ഏരിയ ഇത് തന്നെയാണ്, അപ്പൊ ഇവിടെ തന്നെ ഉണ്ടാവാനാണ് ചാൻസ് എന്ന് പറഞ്ഞിട്ട് അവരവിടെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അമലുവിനോട് കല്യാണി പറയണ്ടേ, എന്തായാലും ഇന്ന് അവന്റെ മരണം സംഭവിക്കും അമലു, എനിക്കത് ഉറപ്പാണ്. പക്ഷെ അവന്റെ മരണം കാണാൻ വേണ്ടി നമ്മളും കൂടി അതിൽ കൂട്ടു നിൽക്കേണ്ടി വരും. കാരണം വേറൊന്നുമല്ല, കിരണേട്ടൻ അവനെ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യില്ല, നമുക്ക് എല്ലാവർക്കും അവനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാനുള്ള അവസരം കിരണേട്ടൻ തരും. നിനക്ക് കൊല്ലണ്ടേ, നിന്റെ അച്ഛനെ കൊന്ന അവനെ നിനക്ക് കൊല്ലണമെന്നില്ലേ? ഉണ്ട് ചേച്ചി, എനിക്ക് കൊല്ലണമെന്നുണ്ട്, എനിക്ക് അവനിരുന്ന് പെടയണത് എനിക്ക് കാണണം. എൻ്റെ അപ്പൻ എൻ്റെ കൺമുമ്പിലാ ജീവൻ പോയത്, ആ സമയത്ത് അവന്റെ സന്തോഷം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അവനെ ഇല്ലാതാക്കുമ്പോൾ എനിക്ക് അവന്റെ മുമ്പിൽ നിൽക്കണം ചേച്ചി, എനിക്കും അവനൊരു കുത്ത് കൊടുക്കണം. കല്യാണി പറഞ്ഞിട്ട്, ഇതുവരെ ഒരാളെ ദ്രോഹിക്കരുതെന്നും ഒരാളെ വിഷമിപ്പിക്കരുതെന്ന് കരുതിയിരുന്ന ജീവിച്ച ഒരാളാണ് ഞാൻ. ആദ്യമായിട്ട് ഒരാൾ നശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഗംഗപ്രസാദാണ്. അവനെ എൻ്റെ കൈ കിട്ടിയാലും എനിക്ക് എൻ്റെ അമ്മയുടെ മുഖം മാത്രമേ ഓർമ്മയുള്ളൂ, അത്ര പഞ്ചപാവമായിരുന്നു എൻ്റെ അമ്മ. ആ അമ്മേനെയാണ് അവൻ ഇല്ലാതാക്കിയത്. ചെറുപ്പം മുതൽ എന്നെ വളർത്താൻ വേണ്ടി അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് വഴക്കൊക്കെ കൊണ്ടിട്ടുണ്ട് എൻ്റെ അമ്മ. ഈ ഒരു 2-3 വർഷമായിട്ടുള്ള എൻ്റെ അമ്മ സുഖമായിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട്, അത് ഇല്ലാതാക്കിയത് ആ ദുഷ്ടനാണ്. അവനെ കൈ കിട്ടുകയാണെങ്കിൽ എനിക്കും ആഗ്രഹം ഉണ്ടാമല്ലോ, നിങ്ങളെപ്പോൾ തന്നെ എനിക്കും അവനെ കൊല്ലാനായിട്ട്. ലക്ഷ്മിയമ്മക്കും കാർത്തികേയ ചേച്ചിക്കും എല്ലാവർക്കും ആഗ്രഹമുണ്ട്, എന്തിനെ കിരണേട്ടൻ്റെ അച്ഛനെ വരെ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം അവൻ ഇല്ലാതാക്കാനായിട്ട് എന്നൊക്കെ പറയാണ്. കാർത്തികനെ ദിലീപ് വിളിക്കുന്നുണ്ട്. കാർത്തു, നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, അമ്മയടുത്ത് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്, അമ്മക്കിപ്പോൾ പഴയ അത്ര എതിർപ്പൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ കാർത്തിക ചോദിക്കേണ്ട, അല്ല അമ്മക്ക് എന്നോട് ദേഷ്യമൊക്കെ ഉണ്ടാവില്ലേന്ന് ചോദിക്കുമ്പോൾ, ദേഷ്യം ഉണ്ടാന്ന് ചോദിച്ചാൽ ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ എൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നു. ഞാൻ പറഞ്ഞു, കാർത്തികനല്ലാതെ വേറെ ആരെയും ഞാൻ വിവാഹം കഴിക്കില്ല. അഥവാ ഇനി അമ്മ എങ്ങാനും മരുമകള് കാർത്തികനെ വേണമെങ്കിൽ ഞാൻ വിവാഹം കഴിക്കാതിരിക്കാം, പക്ഷെ അമ്മ ഒരിക്കലും വിവാഹം എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരാൻ പാടില്ലെന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. അതോടുകൂടി അമ്മ അവിടെ വീണു. എന്നാലും അത് ശരിയല്ല ദിലീപേട്ട, അമ്മയുടെ മനസ്സ് വിഷമിപ്പിച്ചിട്ട് ഒരു ജീവിതം നമുക്ക് വേണ്ട. കാർത്തികക്ക് വേണമെങ്കിൽ ഈ ബന്ധത്തിൽ നിന്ന് വേർപെട്ടു പോകാം, പക്ഷെ ഒരു കാര്യം, ഞാൻ വേറൊരാളെ വിവാഹം കഴിക്കില്ല. പിന്നെ ഗംഗപ്രസാദ് അതിപ്പോ നിങ്ങളുടെ മാത്രം ശത്രുവല്ല, എൻ്റെയും കൂടി ശത്രുവാണ്. എൻ്റെ അച്ഛൻ ഇല്ലാതാക്കിയത് അവനാണ്, പാവപ്പെട്ട എൻ്റെ അച്ഛൻ ഇല്ലാതാക്കിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവനെ പകരം വീട്ടാൻ വേണ്ടി കിരണിന്റെ, രതീഷിന്റെ, വേലുന്റെ കൂടെയൊക്കെ ഞാനും ഉണ്ടാകും. ഞാൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് കാർത്തികിനെ മാത്രമായിരിക്കും എന്ന് ഉറപ്പിച്ച് പറയാണ് നമ്മുടെ ദിലീപ് കേട്ടോ. അതിനുശേഷം ഫോമിലേക്ക് കഴിയുമ്പോഴേക്കും ദിലീപ് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ദിലീപിന്റെ അമ്മ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ദിലീപിന്റെ അമ്മ പറയണ്ട, മോനെ ദേ, എനിക്ക് നിന്നെ അവളെ വിവാഹം കഴിക്കൽ ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പൊ ഞാൻ പറയാണ്, നീ വിവാഹം കഴിക്കണമെങ്കിൽ അവളെ മാത്രം കഴിച്ചാൽ മതി. അമ്മ എന്താ പെട്ടെന്ന് തീരുമാനം മാറ്റിയത്? വേറൊന്നുമല്ല മോനെ, എനിക്ക് മനസ്സിലായി നീ എത്രമാത്രം അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന്. പിന്നെ അവൾക്ക് അങ്ങനത്തെ തലതെറിച്ചൊരു ആങ്ങളെ ഉണ്ടായിപ്പോയി, അത് അവളുടെ കുറ്റമല്ലല്ലോ, ശരിക്കും പറഞ്ഞാൽ അവളുടെ നേരാങ്ങളെന്നും അല്ലല്ലോ അത്. അതുകൊണ്ട് തന്നെ അവന് എന്തായാലും ഇല്ലാതാവണം മോനെ, അവൻ ഇല്ലാതാവണമെന്ന് സ്വപ്നം കണ്ട് കഴിയാൻ ഞാൻ. അവൻ ഇല്ലാതായി കഴിഞ്ഞാൽ പിറ്റേ ദിവസം നിങ്ങളുടെ വിവാഹം നടക്കണം. അപ്പോൾ ദിലീപ് പറയണ്ട, അമ്മേ അവനെ മിക്കവാറും ഇന്ന് തന്നെ അവന്റെ അവസാനം നമുക്ക് കേൾക്കാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അച്ഛന്റെ സഞ്ചയനം നാളെ കഴിഞ്ഞിട്ടല്ലേ, സഞ്ചയനം കഴിയുമ്പോൾ തന്നെ നമുക്ക് വിവാഹം നടത്താം. അച്ഛന്റെ ആത്മാവ് അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് അമ്മേ എന്നൊക്കെ പറയുന്നുണ്ട് ദിലീപ്. അപ്പൊ ദിലീപിന്റെ അമ്മ ഒന്ന് ഓക്കെ ആവാട്ടോ. കാർത്തികനെ വിളിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, എനിക്കിപ്പോ ദേഷ്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു വിഷമത്തിലും ആ ഒരു ഇതിലും ഞാൻ പറഞ്ഞു പോയതാണ് അങ്ങനെയൊക്കെ. മോള് വിഷമിക്കേണ്ട, മോളൊരു തെറ്റും ചെയ്തിട്ടില്ല, മോള് എത്രമാത്രം പാവമാണെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, ഞങ്ങൾക്ക് മോളെ മാത്രം മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദിലീപിന്റെ അമ്മ നല്ല രീതിയിൽ തന്നെ കാർത്തികയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. കാർത്തികക്കും അത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു സമാധാനവും സന്തോഷവും ഒക്കെ ആവുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് കിരണിനെയും രതീഷിനെയും വേലുവിനെയാണ്. അവര് ആ ഒരു ഗംഗപ്രസാദ് ഉള്ള സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ എല്ലായിടത്തും തിരയുമ്പോൾ അവിടെ പെട്ടെന്നൊരു സ്ഥലത്ത് കാണുന്നില്ല. അവര് കുറച്ചങ്ങോട്ട് മാറി നോക്കുമ്പോഴേക്കാണ് അവിടെ ഒരു പാടത്തിന്റെ അപ്പുറത്തെ സൈഡിലായിട്ട് ഈ ഗംഗ ഒരു
ഗുണ്ടയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കണ കാണുന്ന കേട്ടോ. അത് കാണുന്നത് തന്നെ കിരണും അതുപോലെ തന്നെ വേലും രതീഷും കൂടി അവിടേക്ക് പോവാണ്. ഗംഗക്ക് പെട്ടെന്ന് കിരണിനെ മുമ്പിലേക്ക് കണ്ടപ്പോഴേക്കും ഓടി രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥ. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും രക്ഷപ്പെടാൻ പറ്റുന്നില്ല. കാരണം ഇപ്പുറത്ത് രതീഷ് നിൽക്കുന്നു, ഇപ്പുറത്ത് വെയില് നിൽക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡിലേക്കും അങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ വേലുന്റെ കയ്യിലുള്ള കത്തി, അതായത് കത്തി നല്ല മൂർച്ചയുള്ള കത്തിയാണ് വേലു കൈ പിടിച്ചോണ്ടിരിക്കുന്നത്. ആ കത്തി അവൻ എൻ്റെ നെഞ്ചിൽ തന്നെ കുത്തും. കിരണിന്റെ കയ്യിലാണെങ്കിൽ തോക്കുണ്ട്. ആ തോക്കിൽ ഒരു ഷൂട്ടിനുള്ളതുള്ളൂ ഞാൻ. അതുകൊണ്ട് എന്ത് ചെയ്യും? തന്റെ മരണം ഇനി സംഭവിക്കുമോ? തന്റെ മരണം ആവാനായോ എന്നൊക്കെ ഗംഗക്ക് തന്നെ തോന്നുന്നു. ഗംഗയുടെ മുഖം ആകെ അങ്ങോട്ട് മാറി കേട്ടോ. അത് മരണം മുന്നിൽ കണ്ട് നിൽക്കുന്ന ഒരാളുടെ അതേ മുഖഭാവം തന്നെയാണ് ഗംഗക്ക്. കിരൺ പറയുന്നുണ്ട്, നീ തീർന്നടാ, നീ തീർന്നു. ഇത്രയും നാള് നീ വിചാരിച്ചെന്താണ്? നിന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല, നീ ജയിക്കും, നീ ഒരിക്കലും നീ മരണത്തിൽ തോറ്റുപോവില്ല എന്നൊക്കെയല്ലടാ നീ വിചാരിച്ചത്. പക്ഷെ ഇന്ന് നിന്റെ മരണമാടാ സംഭവിക്കാൻ പോണത്. നീ മരിക്കാൻ പോവാടാ. പക്ഷെ ഇപ്പൊ ഇവിടെ വെച്ചിട്ടല്ല, നിന്നെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാൻ ഒരുപാട് പേര് ആഗ്രഹത്തോടെ കാത്തിരിക്കുന്നുണ്ട്. അവരുടെ മുമ്പിലേക്ക് നിന്നെ ഇട്ടുകൊടുക്കാൻ പോണത്. കഴുകന്മാര് പിച്ച് ചീന്തണ പോലെ അവരെല്ലാവരും നിന്നെ പിച്ച് ചീന്തോടാ. എല്ലാവർക്കും അവസരം കൊടുക്കണ്ടേടാ. ദേ കല്യാണി, അവളുടെ അമ്മനെ കൊന്നത് നീയല്ലേ, അവൾക്കും അവസരം കൊടുക്കണം. പിന്നെ ദിലീപിന്റെ അച്ഛനെ കൊന്നത് നീയല്ലേ. പിന്നെ അമലുവിന്റെ അച്ഛനെ കൊന്നതും, പിന്നെ ദേ ഇവരൊക്കെ ദൈവമായിട്ട് കാണുന്ന മൂപ്പനെ കൊന്നതും ഒക്കെ നീയാണ്. അതൊക്കെ തീർക്കണ്ടടാ. പിന്നെ എൻ്റെ അച്ഛൻ ആ തേൻ കുടിച്ച് എൻ്റെ അച്ഛൻ വളരെ അങ്ങനെ ചോര ഛർദ്ദിച്ച് ഹോസ്പിറ്റലായപ്പോൾ അച്ഛൻ്റെ ആ മുഖം കണ്ടത് ഞാനാണ്. പിന്നെ നിന്റെ ഒരു കാമുകയുണ്ടല്ലോ സ്റ്റേഷനില്, സ്റ്റെഫി, അവള് എന്നെ കൊല്ലാൻ വേണ്ടി ബൈജുവിനെ പെണ്ണ് കാണിക്കാൻ വേണ്ടി വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ എന്നെ കൊല്ലാൻ വേണ്ടി വന്നപ്പോഴേക്കും അതീന്ന് എന്നെ മാറ്റി രക്ഷപ്പെടുത്താൻ നോക്കിയത് കല്യാണിയുടെ അച്ഛനാണ്. അച്ഛനിട്ട് കുത്തു കിട്ടി. എല്ലാത്തിനും നീ അനുഭവിക്കണം. എല്ലാവരും നിന്നെ കെട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, നിന്നെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാൻ വേണ്ടി. അതേടാ നിന്റെ മരണം തന്നെയാണ് എന്ന് ഇതുമായിട്ട് കിരണും നല്ല രീതിയിൽ തന്നെ പെരുമാറുന്നുണ്ട്. അവിടുന്ന് രക്ഷപ്പെടാനൊക്കെ ഗംഗ നോക്കുന്നുണ്ടെങ്കിൽ രക്ഷപ്പെടാനൊന്നും പറ്റില്ല കേട്ടോ. ഗംഗയുടെ മരണം തന്നെയാണ് ഇനി സംഭവിക്കുന്നത്. ഗംഗ ഇനി ജീവനോടെ ഇല്ല, അത് ഉറപ്പാണ്. അങ്ങനെ ഗംഗ അവിടുന്ന് രക്ഷപ്പെടാനൊക്കെ പോകും. രക്ഷപ്പെടേണ്ട രീതിയിലൊക്കെ നമ്മളെ കാണിക്കുമെന്നുണ്ടെങ്കിലും രക്ഷപ്പെടുമെന്നില്ല. ഗംഗനെ ഇനി ഇഞ്ചിഞ്ചായിട്ട് കൊന്ന് കളഞ്ഞിട്ട് നമ്മുടെ കിരണും അതുപോലെ തന്നെ വേലും രതീഷും കൂടി ആ ഒരു ശവം, അത് ഗംഗനെ ഇല്ല പകുതിയോളം തളർന്നു പോയ ആ ഒരു ശരീരം എല്ലാവരുടെ മുമ്പിലേക്ക് കാഴ്ച വെക്കാണ്. എല്ലാവർക്കും ആ ഒരു ദേഷ്യം വരെയാട്ടെ ഗംഗനെ കാണുമ്പോൾ. അത്രയും നേരം ഗംഗ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് അവനെ കാണുമ്പോഴേക്കും ആ ഒരു ദേഷ്യം ഇരട്ടിച്ചിട്ട് കല്യാണിയും അതുപോലെ തന്നെ നമ്മുടെ കാർത്തികയും പിന്നെ അമലും ഒക്കെ ചേർന്നിട്ട് ഗംഗപ്രസാദിനെ ചവിട്ട് മെതയ്ക്കാൻ പോകുന്ന ഭാഗമാണ് നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. എന്തായാലും ഗംഗ മരിക്കോ എന്താണ് ഒരുപാട് പേരുടെ ഒരു വിചാരമാണല്ലോ. ഗംഗ മരിക്കുമോ എന്ന് തന്നെയാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞ കേട്ടോ. അതായത് ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച തന്നെ ആ ഒരു മരണം സംഭവിക്കും. അതുകൊണ്ട് തന്നെയാണ് വീക്കെൻഡ് പ്രൊമോയിൽ കഴിഞ്ഞ ആഴ്ചത്തെ പ്രൊമോ മാത്രം ചെറിയ രീതിയിൽ കാണിച്ചത്. കാരണം വെച്ചാൽ ഗംഗ മരിക്കുന്ന ഭാഗം നമുക്കൊരു സർപ്രൈസ് ആക്കി തരാമെന്ന് വെച്ചിട്ടായിരിക്കും. എന്തായാലും കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.